ഹായ് ലേണേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 5th സെമസ്റ്റർ BA ഇംഗ്ലീഷിൻ്റെ ലിറ്റററി തിയറി എന്ന പേപ്പറിലെ മാർക്സിസം എന്ന ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഈ മാർക്സിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് കാൾ മാക്സിൽ നിന്നാണ്. വി നോ ദാറ്റ്. ഓക്കെ, കാൾ മാക്സ് നമ്മൾ കേൾക്കുന്നതാണ്. കാൾ മാക്സ് ആൻഡ് ഫ്രെഡറിക് എഗിൾസ് ആണ് അവർ എഴുതിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്നൊരു പാംഫ്ലെറ്റ് ഉണ്ടായിരുന്നു. അതിലൂടെയാണ് മാർക്സിസം എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയാം. സോ ഇറ്റ് വാസ് റിട്ടൺ ഇൻ 1848. ഇറ്റ് വാസ് ദ ബൈബിൾ ഫോർ കമ്മ്യൂണിസ്റ്റ് ആൻഡ് മാർക്സിസ്റ്റ് പാർട്ടീസ്. ദേ ആർ ജർമ്മൻ ഫിലോസഫേഴ്സ് ആൻഡ് എക്കണോമിസ്റ്റ്. കാൾ മാക്സും ഫ്രെഡറിക് ഈഗിൾസും ജർമ്മൻ ഫിലോസഫേഴ്സാണ്, എക്കണോമിസ്റ്റുകളാണ്. Das Kapital by Karl Marx is a theoretical text which stated the perpetual war of capitalism and the working class. കാൾ മാക്സിൻ്റെ ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ബുക്ക് 1867 റിലീസ് ചെയ്ത ബുക്കിലാണ് ഈ ഒരു ക്യാപിറ്റലിസവും വർക്കിംഗ് ക്ലാസ്സും തമ്മിലുള്ള ഒരു വാറിനെ പറ്റി അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 1848 ദാസ് ക്യാപിറ്റൽ 1867. ഓക്കെ, അപ്പോൾ അതിൽ ക്യാപിറ്റലിസവും വർക്കിംഗ് ക്ലാസ്സും തമ്മിലുള്ള വാറാണ് പറയുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കൺട്രിയുടെ ഇൻഡസ്ട്രിയും കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് ഓണേഴ്സ് ഓൺ ചെയ്ത് അവരുടെ കൺട്രോളിൽ വെക്കുക, അല്ലേ? അതിനാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ബൂർഷ്യാസ് അല്ലെങ്കിൽ ഈ കൺട്രോളിങ് ക്ലാസ്സും ഒരു വർക്കിംഗ് ക്ലാസ്സും ഇവർ തമ്മിലുള്ളൊരു വാറിനെ പറ്റിയാണ് ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന വർക്കിൽ പറയുന്നത്. ഓക്കെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഐഡിയാസൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഈ ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ബുക്കിനെ പറ്റി കേൾക്കുന്നതാണ്. Ultimate goal of Marxism is to bring about a classless society. അപ്പോൾ ഇങ്ങനെ വർക്കിംഗ് ക്ലാസ്, അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ് അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് മാർക്സിസത്തിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ. ഓക്കെ, മാർക്സ് സെഡ് ദാറ്റ് ദർ ആർ മെയിൻലി 2 sections in a society. ദ ഹാവ്സും ഹാവ് നോട്ട്സും. സൊസൈറ്റിയിൽ 2 sections ഉണ്ട്. ഒന്ന് ഹാവ്സും, അവർക്കാണ് പവറും മണിയൊക്കെ ഉള്ളത്, ദേ ഹാവ് എവറിത്തിങ്. പിന്നെ ഒരു ഹാവ് നോട്ട് പീപ്പിളും. ഹാവ് നോട്ട് പീപ്പിൾ ഡോണ്ട് ഹാവ് എനി പവർ ഓർ മണി. ഓക്കെ, അപ്പോൾ ഈ 2 ടൈപ്പ് ഓഫ് ക്ലാസ് ഓഫ് ആൾക്കാരാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ളത് എന്നാണ് മാർക്സ് പറയുന്നത്. നൗ Marxist literary criticism became popular in 20th century, but actually it appeared in the second half of 19th century. In Marxist theory, society consists of 2 parts, the base and superstructure. Okay, അപ്പോൾ ഈ ഹാവ്സും ഹാവ് നോട്ട്സ് എന്നൊക്കെ പറഞ്ഞതുപോലെ മാർക്സിസ്റ്റ് തിയറി പ്രകാരം സൊസൈറ്റിയിൽ 2 പാർട്സ് ഉണ്ട്. ഒരു ബേസും ഉണ്ട്, സൂപ്പർ സ്ട്രക്ചറും ഉണ്ട്. The base refers to the production forces or the materials and resources that generate the goods society needs. ഓക്കെ, അപ്പോൾ സൊസൈറ്റിക്ക് വേണ്ട എല്ലാ ഗുഡ്സും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഏരിയയാണ് ബേസ്. അപ്പോൾ അതിലാണ് ഈ വർക്കിംഗ് ക്ലാസ് വരിക. ഓക്കെ, സോ സൂപ്പർ സ്ട്രക്ചർ എന്താ? സൂപ്പർ സ്ട്രക്ചർ ഡിസ്ക്രൈബ്സ് ഓൾ അതർ ആസ്പെക്ട്സ് ഓഫ് സൊസൈറ്റി ലൈക്ക് ആർട്ട്, എഡ്യൂക്കേഷൻ, ലോ, റിലീജിയൻ, മീഡിയ, ലൈഫ് സ്റ്റൈൽ. അപ്പോൾ മറ്റെല്ലാ സൊസൈറ്റിയുടെ ആസ്പെക്ട്സും സൂപ്പർ സ്ട്രക്ചറിലാണ് വരിക. ഓക്കെ, base determines and influences the superstructure. That is, the materialistic state or condition of a society forms the socio-cultural apparatus of that society. അവർ മെറ്റീരിയൽ പ്രൊഡക്ഷൻ ആണല്ലോ എല്ലാ സ്ഥലത്തും വേണ്ടത്. ഓരോ മെറ്റീരിയൽസിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ലൈഫ് ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, സോ മെറ്റീരിയലിസ്റ്റിക് സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ ഓഫ് സൊസൈറ്റി ഫോംസ് ദ സോഷ്യോ കൾച്ചറൽ അപ്പാരറ്റസ്. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് ആ ഒരു സൊസൈറ്റിയുടെ സോഷ്യോ കൾച്ചറൽ അപ്പാരറ്റസ് ഫോം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സോ ഇതൊക്കെയാണ് മാർക്സിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, മാർക്സിസത്തിൻ്റെ മെയിൻ ബുക്സ്, ഒരു പാംഫ്ലെറ്റ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ബുക്ക്, പിന്നെ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് മാർക്സിസം ഇസ് ടു ബ്രിങ് അബൌട്ട് എ ക്ലാസ്ലെസ് സൊസൈറ്റി. 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്, ഹാവ്സും ഹാവ് നോട്ട്സും. പിന്നെ അക്കോർഡിംഗ് ടു മാർക്സിസ്റ്റ് തിയറി സൊസൈറ്റിയിൽ 2 പാർട്സ് ഉണ്ട്, ബേസും സൂപ്പർ സ്ട്രക്ചറും. സോ മാർക്സിസം എന്ന് പറയുമ്പം ഈ കൺസെപ്റ്റ്സ് ഒക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. മറ്റൊരു ഐഡിയ എന്ന് പറയുന്നത് ഓർ ദ ടേം ഇസ് ഐഡിയോളജി. യു ഹാവ് ടു നോ അബൌട്ട് ഐഡിയോളജി. Ideology is a set of ideas and beliefs that are dominant in society and are used to justify the power and privilege of the ruling class. Okay, അപ്പോൾ ഐഡിയോളജി എന്ന് പറയുന്നത് ഐഡിയാസ് തന്നെ, ഒരു സെറ്റ് ഓഫ് ഐഡിയാസ് അല്ലെങ്കിൽ കുറച്ച് റൂൾസ്, ബിലീഫ്സ് ഒക്കെ. ഓക്കെ, ദാറ്റ് ആർ ഡൊമിനൻറ്റ് ഇൻ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഓരോ സൊസൈറ്റിക്കും ഓരോ ഐഡിയാസും ഐഡിയോളജിയും ഒക്കെ ഉണ്ടാവും. ഓക്കെ, ആ സൊസൈറ്റിയിൽ ശരിക്കും ആ ഒരു ഐഡിയാസ് ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു ഐഡിയോളജി ആയിരിക്കും എല്ലാത്തിനെയും റൂൾ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അത് ഡൊമിനൻ്റ് ഇൻ സൊസൈറ്റി എന്ന് പറയുന്നത്.
and are used to justify the power and privilege of ruling class. ആ ഒരു ഐഡിയോളജി അപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു റൂളിംഗ് ക്ലാസ്സിൻ്റെ ആ ഒരു പ്രിവിലേജ് പവർ എന്തുകൊണ്ടാണെന്നുള്ളത് ജസ്റ്റിഫൈ ചെയ്യാനായിരിക്കും ആ ഒരു ഐഡിയോളജി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓർ ഇറ്റ് ഈസ് കോൾഡ് ഫോൾസ് കോൺഷ്യസ്നെസ്, ഇൻവിസിബിൾ ഇൻ സൊസൈറ്റി ബട്ട് ആക്ട്സ് വെരി സ്ട്രോങ്ലി. അതിന് ഐഡിയോളജീനെ നമുക്കൊരു ഫോൾസ് കോൺഷ്യസ്നെസ് ആണെന്ന് പറയാം. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻവിസിബിൾ, അത് ഇൻവിസിബിൾ ആണ് സൊസൈറ്റിയിൽ, ബട്ട് ഇറ്റ് ഈസ് ആക്ട്സ് വെരി സ്ട്രോങ്ലി. ഓക്കെ, any literature can be taken as a reflection of some of the ideologies existing in that society. എന്ത് ലിറ്ററേച്ചർ ആയിക്കോട്ടെ, ആ ഒരു സൊസൈറ്റിയിലുള്ള എന്ത് ലിറ്ററേച്ചർ ആയിക്കോട്ടെ, അതിൽ ആ സൊസൈറ്റിയുടെ ഐഡിയോളജി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഓഫ് കോഴ്സ് ഇപ്പോൾ ഒരാൾ ഒരു വർക്ക് എഴുതുമ്പം അയാളുടെ ഒരു കൺസെപ്റ്റും ഐഡിയ ആയിരിക്കും ആ ഒരു ലിറ്ററേച്ചർ വർക്കിൽ ഉണ്ടാവുക, അല്ലേ? The task of Marxist literary criticism is to find out those ideologies implicit in a cultural text. Okay, സോ മാർക്സിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസം ചെയ്യുന്നത് ആ ഒരു ഐഡിയോളജീസ് കൾച്ചറൽ ടെക്സ്റ്റുകളിൽ എവിടെയാണ് ഉള്ളത് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാണ് മാർക്സിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസ്റ്റുകൾ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ. അപ്പം മാർക്സിസം നോക്കി, ഐഡിയോളജി എന്താണ്, ബേസ്, സൂപ്പർ സ്ട്രക്ചർ, ഇതൊക്കെ കഴിഞ്ഞു. ഇനി മാർക്സിസം എന്ന് പറയുമ്പം വി ഹാവ് ടു നോ അബൌട്ട് ദ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ. ഇറ്റ് വാസ് എ സ്കൂൾ ഓഫ് സോഷ്യൽ തിയറി വിച്ച് ട്രൈഡ് ടു കമ്പൈൻ ഐഡിയാസ് ഓഫ് ഫ്രോയിഡ് ആൻഡ് മാർക്സ്. ഓക്കെ, ഫ്രോയിഡിൻ്റെയും മാർക്സിൻ്റെയും ഐഡിയാസൊക്കെ കമ്പൈൻ ചെയ്യാൻ ശ്രമിച്ചൊരു സ്കൂളാണ് ദ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ. ഇറ്റ് വാസ് ഫൗണ്ട് ഇൻ ജർമ്മനി ഇൻ 1923. The primary aim of this school of thought was to find a new way to understand the real social problems of a society by analyzing the omissions in the 19th century Marxism. അപ്പോൾ ഫ്രാങ്ക്ഫർട്ട് സ്കൂളിൻ്റെ പ്രൈമറി എയിം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ടു അണ്ടർസ്റ്റാൻഡ് ദ റിയൽ സോഷ്യൽ പ്രോബ്ലംസ് ഓഫ് ദ സൊസൈറ്റി. ദ ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സ് ഓഫ് ദിസ് മൂവ്മെൻറ്റ് വെയർ വാൾട്ടർ ബെഞ്ചമിൻ, ഹെർബർട്ട് മാർക്യൂസ്, തിയോഡോർ അഡോർണോ, മാക്സ് ഹോക്കീമർ. They address the changed world situation by placing Marxism and psychoanalysis side by side. അപ്പോൾ അവർ മാർക്സിസവും സൈക്കോഅനാലിസിസും സൈഡ് ബൈ സൈഡ് പ്ലേസ് ചെയ്തിട്ടാണ് സ്റ്റഡീസ് ചെയ്തത്. തിയോഡോർ അഡോണോവും മാക്സ് ഹോക്കീമറും ദേ ബോത്ത് ടുഗെദർ കോയിൻ ദ ടേം കൾച്ചർ ഇൻഡസ്ട്രി. ഓക്കെ, കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ടേം അവരാണ് കോയിൻ ചെയ്തത്. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവർ ഈ ഒരു ടേം കോയിൻ ചെയ്തത് Dialectic of Enlightenment എന്ന ബുക്കിലാണ് in 1947. It was written by both of them together, and in the chapter The Culture Industry, Enlightenment as Mass Deception, they are mentioning this term culture industry. അപ്പോൾ ഈ ഒരു ബുക്കിൽ അതിൻ്റെ ഈ ഒരു ചാപ്റ്ററിലാണ് കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ടേം അവർ ഫസ്റ്റ് കോയിൻ ചെയ്യുന്നത്. The major objective of this was to bring forth the cultural representations in a text and identify how the economic condition of the society is influencing it, to give evidence of how haves retain their power over have-nots. അപ്പോൾ കൾച്ചർ ഇൻഡസ്ട്രി അത് മെയിൻലി യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റുകളിലുള്ള കൾച്ചറൽ റെപ്രസെൻറ്റേഷൻസ് ഒക്കെ സ്റ്റഡി ചെയ്ത് എങ്ങനെയാണത് സൊസൈറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നൊക്കെ സ്റ്റഡി ചെയ്തിട്ട് സ്റ്റിൽ എങ്ങനെയാണ് ഹാവ് നോട്ട്സിൻ്റെ പുറത്ത് ഹാവ്സ് അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ്സിൻ്റെ പുറത്ത് ഡൊമിനൻറ്റ് ക്ലാസ് അവരുടെ പവർ റീറ്റെയിൻ ചെയ്യുന്നത്, പവർ അങ്ങനെ നിലനിർത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനൊക്കെ പറ്റിയുള്ള സ്റ്റഡിക്ക് യൂസ് ചെയ്യുന്നതാണ് കൾച്ചർ ഇൻഡസ്ട്രി. According to the critics, culture is an industry which can be bought with money. Culture is preserved and propagated through dominant class. അപ്പം അക്കോർഡിംഗ് ടു ക്രിട്ടിക്സ് കൾച്ചർ ഇസ് ആൻ ഇൻഡസ്ട്രി വിച്ച് ക്യാൻ ബി ബോട്ട് വിത്ത് മണി. കൾച്ചർ എന്ന് പറയുന്നത് ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയാണ്. അത് ഒരു ഇൻഡസ്ട്രി, ഫിലിം ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഇൻഡസ്ട്രിയാണ്. അത് ക്യാഷ് ഉള്ളവന് വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഇക്കാലത്ത് കൾച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൾച്ചർ ഡൊമിനൻ്റ് ക്ലാസ്സുകാർക്ക് മാത്രം, പവറുള്ളവർക്ക് മാത്രം ഉള്ള ഒരു സംഭവമായി മാറി. കൾച്ചർ ഇസ് പ്രിസർവ്ഡ് ആൻഡ് പ്രൊപ്പഗേറ്റഡ് ത്രൂ ഡൊമിനൻ്റ് ക്ലാസ്. So that is why we are calling this culture as culture industry. Now, one of the important philosopher we have to study is Antonio Gramsci. He was an Italian Marxist philosopher, journalist, linguist, writer and politician. He got imprisoned for his ideas against fascist regime in Italy. അപ്പോൾ ഇറ്റലിയിലുണ്ടായിരുന്ന ഫാസിസ്റ്റ് റൂളിന് എതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് കാരണം അദ്ദേഹത്തിനെ ജയിലിൽ അടച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ജയിലിൽ നിന്ന് അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിരുന്നു. ആ ബുക്കിൻ്റെ പേരാണ്
prison notebooks. Okay, he wrote prison notebooks. It was a collection of essays about his prison life. He wrote it to popularize his new socialist ideas when he gets released. അപ്പം പ്രിസണിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഐഡിയാസൊക്കെ പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിസണിൽ നിന്ന് തന്നെ ജയിലിൽ നിന്ന് തന്നെ ഇങ്ങനെ നോട്ടിൽ ഇങ്ങനെ എസ്സേസ് ഇങ്ങനെ എഴുതി വച്ചിരുന്നു. അതിൽ പോപ്പുലർ ആയൊരു എസ്സേയാണ് ദ ഫോർമേഷൻ ഓഫ് ദ ഇൻ്റലക്ച്വൽസ്. In the essay, he says that modern intelligentsia was different from previous one because they were actually creating a new system in society through imposing hegemony through education and media and did not include the proletarians. Modern intelligence അല്ലെങ്കിൽ intelligentsia, it is different from the previous one. മുൻപുണ്ടായിരുന്ന ഒരു ഐഡിയ അല്ല ഇപ്പോൾ ഉള്ളത്. ആദ്യം ഉണ്ടായിരുന്ന ഐഡിയയിൽ നിന്നും ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഇപ്പോഴത്തെ ന്യൂ സിസ്റ്റം ഓഫ് എ സൊസൈറ്റി. ഓക്കെ, നൗ വി ആർ ഇമ്പോസിങ് ഹെജിമണി ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ. മീഡിയയും എഡ്യൂക്കേഷനും ഒക്കെ അവർക്ക് വേണ്ടിയുള്ള ഒരു സംഭവം പോലെ ആയി മാറി. ഓക്കെ, ദേ ആർ നോട്ട് ഇൻക്ലൂഡിങ് ദ പ്രോളിറ്റേറിയൻസ്. പ്രോളിറ്റേറിയൻസ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ. He envisioned a new model of education in which all the different classes of society are included. അപ്പം ആൻ്റോണിയോ ഗ്രാംസ്കിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് എല്ലാ ക്ലാസ്സിലുള്ളയും എല്ലാ ഡിഫറെൻറ്റ് പീപ്പിൾ ഇൻ ദ സൊസൈറ്റി എല്ലാവർക്കും ഒരുമിച്ച് സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന ഒരു എഡ്യൂക്കേഷൻ, അതാണ് അദ്ദേഹം മനസ്സിൽ കണ്ടിരുന്നത്. നൗ നെക്സ്റ്റ് ആൻ്റോണിയോ ഗ്രാംസ്കിനെ പറ്റി പറയുകയാണെങ്കിൽ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദാറ്റ് ഫസ്റ്റ് വൺ ഇസ് പ്രിസൺ നോട്ട്ബുക്സ്. ഓർമ്മിക്കണം, പ്രിസൺ നോട്ട്ബുക്സ് ദ ഫോർമേഷൻ ഓഫ് ദ ഇൻ്റലക്ച്വൽ എന്ന് പറയുന്ന അതിലെ എസ്സേ, അതാണ് പോപ്പുലർ ആയത്. പിന്നെ എസ്സേയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ അടുത്തത് ഹി വാസ് വെൽ നോൺ ഫോർ ദ ടേം സബാൾട്ടേൺ. ഹി കോയിൻ ദ ടേം സബാൾട്ടേൺ. സബാൾട്ടേൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി മിലിറ്ററിയിലൊക്കെ ജൂനിയർ ഓഫീസറെ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ലിറ്ററലി അതാണ് അതിൻ്റെ മീനിങ്. But he coined the term to identify the cultural hegemony that excludes and displaces specific people and social group from the socio-economic institutions of society in order to deny their existence and voices in colonial politics. Okay, അപ്പം ഇവിടെ അദ്ദേഹം സബാൾട്ടേൺ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരു കൾച്ചറൽ ഹെജിമണിയാണ്, ഒരു റൂളിംഗ് ആണ്, കൺട്രോളിംഗ് ആണ് ഓവർ അതർ സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് പീപ്പിൾ. എന്നിട്ട് അവരുടെ എക്സിസ്റ്റൻസും റൈറ്റ്സൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് അവർ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിലോസഫർ യു ഹാവ് ടു നോ ഇസ് അബൌട്ട് ലൂയി അൽത്തൂസർ. ഹി വാസ് എ ഫ്രഞ്ച് മാർക്സിസ്റ്റ് ഫിലോസഫർ. ആൻ്റോണിയോ ഗ്രാംസ്കി ഒരു ഇറ്റാലിയൻ മാർക്സിസ്റ്റ് ഫിലോസഫറാണ്. ലൂയി അൽത്തൂസർ ഒരു ഫ്രഞ്ച് മാർക്സിസ്റ്റ് ഫിലോസഫറാണ്. ഹി കോൺട്രിബ്യൂട്ടഡ് ടു സ്ട്രക്ചറലിസം ആൻഡ് കൺസെപ്റ്റ് ഓഫ് ഐഡിയോളജി. According to him, he defines ideology as a system of representations endowed with an existence and a historical role at the heart of a given society. ഒരു സിസ്റ്റം ഓഫ് ഐഡിയാസ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഓഫ് റെപ്രസെൻറ്റേഷൻസ് ആണ്. അതിന് ഹിസ്റ്റോറിക്കലി സൊസൈറ്റീൻ്റെ ഹാർട്ടിലൊരു പ്ലേസ് ഉണ്ട്. ഓക്കെ, സൊസൈറ്റി ഹാർട്ടിൽ കൊണ്ട് നടക്കുന്ന ഓരോ റെപ്രസെൻറ്റേഷൻസ് അല്ലെങ്കിൽ ഓരോ ഐഡിയാസാണ് ഐഡിയോളജി എന്നാണ് ആര് പറയുന്നത്? ലൂയി അൽത്തൂസർ പറയുന്നത്. ഓക്കെ, നൗ ദെൻ ലൂയി അൽത്തൂസർ വാസ് നോൺ ഫോർ ഹിസ് കൺസെപ്റ്റ്സ് ഐഡിയോളജിക്ക സ്ട്രക്ചേഴ്സ് ഓർ സ്റ്റേറ്റ് ഐഡിയോളജിക്കൽ അപ്പാരറ്റസസ് ആൻഡ് ഇൻ്റർപൊലേഷൻ. ഓക്കെ, അപ്പോൾ ലൂയി അൽത്തൂസറിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് സ്റ്റേറ്റ് ഐഡിയോളജിക്കൽ അപ്പാരറ്റസസ്. സ്റ്റേറ്റ് ഐഡിയോളജിക്കൽ അപ്പാരറ്റസസ് അല്ലെങ്കിൽ അതിനെ തന്നെയാണ് ഐഡിയോളജിക്ക സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇൻ്റർപൊലേഷനാണ്. ഇനി അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഹി ഡിസ്റ്റിങ്വിഷ്ഡ് ബിറ്റ്വീൻ സ്റ്റേറ്റ് പവർ ആൻഡ് സ്റ്റേറ്റ് കൺട്രോൾ ടു ഷോ ഹൗ ദ റൂളിംഗ് ക്ലാസ് കൺട്രോൾസ് ദ പീപ്പിൾ വിത്തൗട്ട് പീപ്പിൾ കംപ്ലൈനിങ്. ലൂയി അൽത്തൂസർ എന്ത് ചെയ്തു? സ്റ്റേറ്റ് പവറും സ്റ്റേറ്റ് കൺട്രോളും ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ പവർ ഉള്ളവർക്കാണ് കൺട്രോൾ ഉള്ളത് എന്നൊക്കെ പറയുമ്പോൾ പവർ കൺട്രോൾ ഒരു ഈക്വലായി നമുക്ക് തോന്നും അല്ലേ? ബട്ട് ലൂയി അൽത്തൂസർ എന്ത് ചെയ്തു? സ്റ്റേറ്റ് പവറും സ്റ്റേറ്റ് കൺട്രോളും ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. എന്തിന്? നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യാതെ ആക്ച്വലി നമുക്ക് ഫ്രീഡം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും വി ആർ ബീയിങ് കൺട്രോൾഡ് ബൈ സം വൺ എൽസ്, വി ആർ ബീയിങ് കൺട്രോൾഡ് ബൈ ദ റൂളിംഗ് ക്ലാസ് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു സെപ്പറേഷൻ നടത്തിയത്. ഇനി അതെന്താണെന്ന് നോക്കാം, എന്താണ് ഡിഫറൻസ് എന്നുള്ളത്. അപ്പോൾ സ്റ്റേറ്റ് പവർ എന്ന് പറയുന്നത്
It is evident in the form of institutions like law, court, prison, etc. that use external forces. അപ്പം നമ്മളുടെ സ്റ്റേറ്റ് പവർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ് യൂസ് ചെയ്യുന്ന പോലീസ്, കോർട്ട്, ലോ, പ്രിസൺ, ഇതൊക്കെ സ്റ്റേറ്റ് പവറാണ്. ഓക്കെ, അത് എവിഡൻ്റ് ആണ്, അത് കാണാൻ പറ്റുന്ന ഒന്നാണ്. അതിനെയാണ് അദ്ദേഹം റിപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. റിപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസ്, RSA. ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസിൻ്റെ ഒരു പാർട്ടാണ് ഈ റിപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസ്. ഓക്കെ, ഇറ്റ് ഇസ് റിപ്രസീവ്, അല്ലെങ്കിൽ ഒരു അടിച്ചമർത്തലാണ് അവിടെ. ഇറ്റ് ഇസ് വിസിബിൾ. ദെൻ ദ അതർ വൺ ഇസ് സ്റ്റേറ്റ് കൺട്രോൾ, അല്ലേ? സ്റ്റേറ്റ് കൺട്രോൾ, ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ് ത്രൂ ഗ്രൂപ്പിംഗ് സച്ച് ആസ് പൊളിറ്റിക്കൽ പാർട്ടീസ്, സ്കൂൾസ്, ദ മീഡിയ, ചർച്ചസ്, ദ ഫാമിലി, ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് ഓൾ. അപ്പം സ്റ്റേറ്റ് കൺട്രോൾ, സ്റ്റേറ്റ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? പൊളിറ്റിക്കൽ പാർട്ടീസിലൂടെ, സ്കൂളിലൂടെ, എഡ്യൂക്കേഷനിലൂടെ, മീഡിയയിലൂടെ, ഫാമിലിയിലൂടെ, ഈവൻ ആർട്ട്, ലിറ്ററേച്ചറിലൂടെ വരെ. ഓക്കെ, അപ്പോൾ അതിലൂടെ അവർ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ അറിയാതെ പോവാണ്. ആക്ച്വലി നമ്മൾ ചൂസ് ചെയ്യുന്ന എഡ്യൂക്കേഷനും ആർട്ടും ഒക്കെ നമ്മൾ ചൂസ് ചെയ്യുന്നതല്ല, അവർ നമ്മളെ കൊണ്ട് ചൂസ് ചെയ്യിപ്പിക്കുന്നതാണ്. നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല ആക്ച്വലി. ഓക്കെ, ആൻഡ് ദാറ്റ്, ആ ഒരു സ്റ്റേറ്റ് കൺട്രോളിനാണ് ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, ISA. ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസും ഉണ്ട്, റിപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസും ഉണ്ട്. ഇത് രണ്ടുമാണ് സ്റ്റേറ്റ് ഐഡിയോളജിക്കൽ അപ്പാരറ്റസസ് എന്ന് പറയുന്നത്. ഇതിൽ സ്റ്റേറ്റ് പവർ, ഇറ്റ് ആക്ട്സ് വിത്തൗട്ട് കൺസെൻറ്റ് ഒന്നും ഇല്ലാതെ തന്നെ ആക്ട് ചെയ്യും. എന്ത്? സ്റ്റേറ്റ് പവർ. സ്റ്റേറ്റ് കൺട്രോളോ, ഇറ്റ് ഒബ്റ്റെയിൻസ് സൈലൻറ്റ് കൺസെൻറ്റ്. അത് നമ്മളറിയാതെ അവരെ അനുസരിച്ച് പോവാണ്, അവർക്ക് ആ ഒരു പവർ നമ്മൾ കൊടുക്കുകയാണ്. വി ആർ ഗിവിങ് ദം സൈലൻറ്റ് കൺസെൻറ്റ്. ഓക്കെ, വി ആർ നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ആർ ബീങ് കൺട്രോൾഡ്. വി തിങ്ക് ദാറ്റ് വി ആർ ചൂസിങ് എഡ്യൂക്കേഷൻ, മീഡിയ, സച്ച് തിങ്സ്. ആക്ച്വലി വി ഹാവ് നോ ചോയ്സ്. ഓക്കെ, അപ്പം സ്റ്റേറ്റ് കൺട്രോൾ എന്ന് പറയുന്നത് അതാണ്, നമ്മളറിയാതെ നമ്മളെ കൺട്രോൾ ചെയ്യപ്പെടുകയാണ്. ഓക്കെ, സ്റ്റേറ്റ് പവർ എന്ന് പറയുന്നത് വിസിബിൾ ആണ്, ബട്ട് സ്റ്റേറ്റ് കൺട്രോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവിസിബിൾ. നൗ ദിസ് ഇസ് എക്സിക്യൂട്ടഡ് ബൈ എ ട്രിക്ക്, ദാറ്റ് ഇസ് ഇൻ്റർപലേഷൻ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് കൺട്രോൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരു പ്രത്യേക ട്രിക്കിലൂടെയാണ്. അതിനാണ് ഇൻ്റർപലേഷൻ എന്ന് പറയുന്നത്. So what is interpolation? Interpolation is the process by which we encounter a culture's or ideology's values and internalize them. അപ്പോൾ ഇൻ്റർപൊലേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചില കൾച്ചേഴ്സിൻ്റെയും ഐഡിയോളജീസിൻ്റെയും വാല്യൂസിനെ ഒക്കെ പറ്റി സ്റ്റഡി ചെയ്ത് അറിയാതെ നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്യും. മീൻസ് നമ്മളുടെ ഉള്ളിലത് കയറും, നമ്മളുടെ ഒരു പാർട്ടായത് മാറും. അങ്ങനെ അത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും, ആ ഒരു ഐഡിയോളജീസ്, കൾച്ചേഴ്സൊക്കെ. ഓക്കെ, ദ ഇൻറ്റേർണലൈസ്ഡ് വാല്യൂസ് വിൽ റെഗുലേറ്റ് ആർ ആക്ഷൻസ് അൺകോൺഷ്യസ്ലി. നമ്മളുടെ ആ ഒരു ഐഡിയോളജിയൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്യാണ് പിന്നീട്. ഓക്കെ, ആക്ച്വലി വി ഹാവ് നോ ചോയ്സ്, ബട്ട് വി ഡോണ്ട് നോ ദാറ്റ് വി ആർ ബീങ് കൺട്രോൾഡ് വിത്തൗട്ട് അവർ കോൺഷ്യസ്നെസ്. നമ്മളറിയാതെ കൺട്രോളിലായി പോവാണ്. അപ്പോൾ അതാണ് ലൂയി അൽത്തുസർ ചെയ്തത്. ഹി ഡിഫറൻഷിയേറ്റഡ് സ്റ്റേറ്റ് പവർ ആൻഡ് സ്റ്റേറ്റ് കൺട്രോൾ ടു മേക്ക് അസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ആർ ബീയിങ് കൺട്രോൾഡ് ആൻഡ് വി ഡോണ്ട് നോ ദാറ്റ് വി ആർ ബീയിങ് കൺട്രോൾഡ് ഓർ വി ആർ അണ്ടർ ദ പവർ. ഓക്കെ, സോ റിപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസ് ആൻഡ് ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ്, ദോസ് ആർ ദ സ്റ്റേറ്റ് ഐഡിയോളജിക്കൽ അപ്പാരറ്റസസ്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്. സ്റ്റേറ്റ് ഐഡിയോളജിക്കൽ അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഈ ISA, RSA, ഈ രണ്ട് സംഭവങ്ങളും. പിന്നെ ഇൻ്റർപൊലേഷൻ, ISA എക്സിക്യൂട്ട് ചെയ്തത് ഇൻ്റർപൊലേഷനിലൂടെയാണ്. ഇൻ്റർപൊലേഷൻ എന്ന് പറയുന്നത് വി ആർ ഇൻറ്റേർണലൈസിങ് ദ ideologies, the cultures and all. Okay, so that's all about this Marxism chapter. So if you have any doubts, clear it in the comment section. Thank you.